വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കാനായി മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ആരംഭിച്ച തെയ്യം ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചു. പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് പദ്ധതി പാതിവഴിയിലായത്. ഏതെങ്കിലും തരത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ആലോചനയിലാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് തെക്കുംപാട് തെയ്യം ക്രൂയിസ് ടൂറിസം പദ്ധതി ആരംഭിച്ചത്. എന്നാൽ ഇതിന്റെ പ്രവർത്തികൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഉത്തര കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമായ ദേവക്കൂത്തിലൂടെ ലോകശ്രദ്ധ നേടിയ സ്ഥലമാണ് മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ദ്വീപ്. വളപട്ടണം മുതൽ പഴയങ്ങാടി വരെ വിഭാവനം ചെയ്ത തെയ്യം ക്രൂയിസിന്റെ പ്രധാന ആകർഷണമായ തെക്കുംപാട് ദ്വീപിൽ 7,64 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരുന്നത്. ബോട്ട് ടെർമിനൽ, പുഴയോര നടപ്പാത, സൈക്കിൾ ട്രാക്ക്, തെയ്യത്തിന്റെ ഐതിഹ്യവും ചരിത്രവും വിവരിക്കുന്ന മഡ്വാൾ മ്യൂസിയം, തെയ്യം പെർഫോമിംഗ് യാർഡ്, ആർട്ടിസൻസ് ആല, ഓർഗാനിക് കിയോസ്ക്, ഓപ്പൺ എയർ തിയേറ്റർ, പാർക്കിംഗ് യാർഡ് തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി വരാനിരുന്നത്. എന്നാൽ നിർമ്മാണം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് പ്രവൃത്തി നിലച്ചത്. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഫോർമർ MLA TV രാജേഷ്, അത് കഴിഞ്ഞിട്ട് വിജിൻ, അവരെ ഭാഗത്തൊക്കെ പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഡിസംബർ 31, 2023 കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രയത്നങ്ങളും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഇതിന് വന്ന് സ്റ്റേ എടുക്കുകയുണ്ടായി. സ്റ്റേ ഇപ്പോഴും കിടക്കുകയാണ്, നിലവിൽ ഹൈക്കോടതി കിടക്കുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രോജക്റ്റ് നമുക്ക് കേരള സ്റ്റേറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രാം തീയതി കംപ്ലീറ്റ് ആക്കിയില്ല, അവർ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യുക. അങ്ങനെ 31 ഡിസംബർ 2023 ഈ പ്രൊജക്റ്റ് ഇല്ലാതായി. അതുകൊണ്ടാണ് ഇതേമാതിരി സ്കെൽട്ടനായിട്ട് ഇവിടെ നടക്കുന്നത്. പദ്ധതി പുനരാരംഭിക്കാനുള്ള ശ്രമം തുടരുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. ആ ഹൈക്കോടതി സ്റ്റേ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് 2023 ഡിസംബർ 31 പൂർത്തീകരിക്കുക എന്ന നമ്മുടെ സ്വപ്നം, നമ്മുടെ പ്ലാനിങ്, നമുക്കത് നടപ്പിലാക്കാൻ പറ്റാതെ വരികയും തെക്കുംപാട് കൂലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം, ഒരു പ്രയാസം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇതൊരു വലിയ പ്രൊജക്റ്റായിരുന്നു. മലനാട് റിവർ ക്രൂയിസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായ വലിയ പ്രൊജക്റ്റാണ്. അത് നിലവിൽ അവസാനിച്ചു. പല ആവശ്യങ്ങൾ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ആ പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ പരിമിതി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ ചില ശ്രമങ്ങൾ MLA എന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ തുകയിലേക്ക് വളരെ വേഗതയിൽ എത്തുമോ എന്ന കാര്യത്തിലുള്ള ആശങ്കയും നിൽക്കുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഫണ്ട് സമാഹരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുകയാണെങ്കിൽ അത് ജനങ്ങൾക്കും ഒപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ ഉപകാരപ്രദമാകും. എന്നാൽ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നാടിന്റെ വികസനം സാധ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.